അധ്യക്ഷൻ, ഖത്തർ ഇന്ത്യൻ സോഷ്യൽ ഫോറം കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ബഹുമാന്യ പ്രസിഡന്റ് ജനാബ് അബ്ദുൽ സമദ് KK, ഉദ്ഘാടനം ചെയ്ത സ്റ്റേറ്റ് കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൽ സലാം എന്നിവർ, സ്വാഗതം പറഞ്ഞ അബ്ദുൽ സലാം വക്കീൽ, നജ്മുദ്ദീൻ സാഹിബ്, അഹമ്മദ് കുട്ടി സാഹിബ്, മറ്റ് വേദിയിലുള്ള ബഹുമാനികൾ, മുമ്പിലിരിക്കുന്ന എനിക്ക് പരിചയമുള്ളതും എല്ലാത്തതുമായ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാനൊരു പ്രവാസിയല്ല. പ്രവാസത്തിന്റെ സുഖവും ദുഃഖവും നേരിട്ട് ഒരല്പം അറിയുന്ന ഒരു വ്യക്തി മാത്രമാണ്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഖത്തറിൽ വരാറുണ്ട്. എൻ്റെ നാട്ടുകാരും സുഹൃത്തുക്കളുമായ പലരെയും കാണുകയും അവരുടെ സ്നേഹാദരങ്ങളെ ഏറ്റുവാങ്ങുകയും സന്തോഷിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്യാറ്. പ്രവാസികൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണെന്ന് ഒരു പരിധിവരെ എനിക്കറിയാം. നാടിന്റെ ഏതൊരു അനക്കത്തെയും വളരെ ജിജ്ഞാസയോടുകൂടി നോക്കിക്കാണുന്ന ഒരു കൂട്ടരാണ് നിങ്ങൾ. ഒരു ജനവാദിലൂടെ അങ്ങ് അകലെ നിൽക്കുന്ന എന്റെ നാടിനെ വളരെ പ്രതീക്ഷയോടുകൂടി നിങ്ങൾ ഇവിടുന്ന് നോക്കുക. ഈ അനുഗ്രഹീതമായ മണ്ണിൽ, ഈ ഖത്തറിന്റെ മണ്ണിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് സൗകര്യങ്ങൾ അത് അനുവദിച്ചു നൽകിയ അവിടുത്തെ ഭരണകൂടവും ഭരണാധികാരികളും അതൊക്കെ ആസ്വദിക്കുന്നതോടൊപ്പം തന്നെ എൻ്റെ നാടും സുന്ദരമാവണമേ എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെല്ലാവരും. ആദ്യമായി നമുക്ക് ഇവിടുത്തെ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ ആരോഗ്യത്തിനും ഈ നാടിന്റെ സമാധാനത്തിനും സന്തോഷത്തിനും നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം. ഈ അവസരത്തിലും ഞാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. കാരണം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് അറബ് മണ്ണുകൾ, അശാന്തിയുടെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് മുമ്പിൽ ഇപ്പോൾ കാണുമ്പോൾ വലിയ തോതിലുള്ള പ്രയാസം നമുക്കൊക്കെ തീർച്ചയായും ഉണ്ടാവും. അതുകൊണ്ട് ഈ നാട്ടിലും മൊത്തം ഗൾഫ് രാജ്യങ്ങളിൽ മുഴുവനായി സമാധാനവും ശാന്തിയും നിലനിൽക്കണമെന്ന് വളരെ ആത്മാർത്ഥത്തോടുകൂടി പ്രാർത്ഥിക്കുന്നവരാണ്. ആ പ്രാർത്ഥന തുടരണം. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു പ്രാസംഗികനല്ല. എനിക്ക് പ്രസംഗിച്ച് ശീലമില്ല. പ്രസംഗത്തിന്റെ വിഭവങ്ങൾ എനിക്കറിയില്ല. ഞാനത് പഠിക്കാൻ മെനക്കെട്ടിട്ടില്ല. ഞാൻ സലാം സാഹിബ് നാട്ടിലേക്ക് തന്നെ ഒരു ദിവസം എന്നെ വിളിച്ച് എന്നോട് പറഞ്ഞ് ഖത്തറിലേക്ക് വരുന്നുണ്ടോ? ഞാൻ പറഞ്ഞു ഖത്തറിലേക്ക് ഞാൻ വരുന്നുണ്ട്, അവിടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പങ്കെടുക്കാം, പക്ഷെ പ്രസംഗിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഇന്നും ഞാൻ പറഞ്ഞു ശക്തമാണ്. കുറേ സമയം ഇങ്ങനെ സംസാരിക്കണമെങ്കിൽ കാര്യമായ വിഭവങ്ങൾ വേണം, അല്ലെങ്കിൽ ജനങ്ങൾ കേൾക്കുന്നവര് ഒരു സുഖം തോന്നില്ല. എന്റെ കയ്യിൽ എന്താണുള്ളത്? എന്റെ കയ്യിൽ എന്റെ നാടിന്റെ ആ ചിത്രം മാത്രമല്ലാതെ, നേരത്തെ സംസാരിച്ച അദ്ദേഹം പറഞ്ഞതുപോലെ കേരളത്തിന്റെ മൊത്തം രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ കുറിച്ച് സംസാരിക്കാനൊന്നും ഞാൻ ശക്തനല്ല. നിങ്ങളെപ്പോലെ അതൊക്കെ ഇങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട് എന്നല്ലാതെ അത് പറയാനുള്ള ഒരു സൗകര്യം ഞാൻ ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രസംഗത്തിന്
നിങ്ങളെ ഞാൻ കോഴിക്കോട് മുതലക്കളം മൈതാനിയിൽ സംസാരിച്ചതുമായി ഉപമിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അന്ന് എനിക്ക് പറയാൻ കഴിഞ്ഞത് അത് ദൈവം അല്ലാഹു തന്ന എന്തോ ഒരു എൻ്റെ മനസ്സിലെ വികാരങ്ങളെ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് എൻ്റെ നാവിലൂടെ വന്ന് പറഞ്ഞു പോയതാണ്. അതൊരു പ്രസംഗമായിരുന്നില്ല. ഞാൻ നേരിട്ട് കണ്ട ചില ചിത്രങ്ങൾ, യാഥാർത്ഥ്യങ്ങൾ എനിക്കങ്ങനെ പറയേണ്ടി വന്നു, ലോകത്തോട് പറയേണ്ടി വന്നപ്പോഴുണ്ടായ ഒരു അനുഭവമായി അങ്ങനെ പുറത്തേക്ക് വന്നതാണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടപ്പോൾ അഹമ്മദ് ഖയുടെ കണ്ണുകൾ നോക്കിയിട്ടുണ്ടാവും. അന്ത്യവയോധികനായ അഹമ്മദ് ഖയുടെ കണ്ണുകളിൽ അദ്ദേഹത്തിന്റെ പേരമകളുടെ കല്യാണത്തിന് സർവ്വതും നഷ്ടപ്പെട്ട അഹമ്മദ് ഖയുടെ കണ്ണുകളിലുള്ള ആ ഭയം. ഒരുപാട് പ്രായമുള്ള മനുഷ്യനാണ് അദ്ദേഹം. പക്ഷെ തന്റെ മുമ്പിൽ വെച്ച് തന്റെ കുട്ടിയുടെ പേരമകളുടെ കല്യാണം മുടങ്ങിപ്പോയ ആ ദുഃഖം അദ്ദേഹത്തിന് പറയാൻ പോലും കഴിയാത്ത വിധത്തിൽ നാദാപുരത്തിന്റെ ഭൂമി നശിപ്പിക്കപ്പെട്ട ഒരു യാഥാർത്ഥ്യം നമ്മൾ കാണുമ്പോൾ ഒരിക്കൽ കൂടി ഇവിടെ ഇരുന്നു കൊണ്ട് എന്റെ കണ്ണ് നിറഞ്ഞു. ഏതാണ്ട് 2.5 മാസമായി നാദാപുരം അപമാനിക്കപ്പെട്ടിട്ട്. നാദാപുരത്തെ കുറിച്ച് നേരത്തെ ഇവിടെ സംസാരിച്ച അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ അല്പം അഹങ്കാരികളാണ്. അങ്ങനെ ചില ആളൊക്കെ പറയാറുണ്ട്, നിങ്ങൾ സ്റ്റൈലന്മാരാണ്, പണക്കാരാണ്, അതിന്റെ പേരിൽ അല്പം അഹങ്കരിക്കുന്നവരാണ്. ചെറുപയറിന്റെ കറി കൊടുക്കാത്തതിന്റെ പേരിൽ വളരെ കേട്ടിട്ടുണ്ടാവും. എക്സ്ട്രാ കൊടുക്കാത്തതിന്റെ പേരിൽ ഒരു സഹോദരൻ നാദാപുരത്തെ ഒരുപാട് ചീത്ത പറയുന്നത് നമ്മുടെ വാട്സപ്പിലൊക്കെ കേട്ടിട്ടുണ്ട്. സോറി. ചെറുപയറിന്റെ കറി കൊടുക്കാത്തതിന്റെ പേരിലാണ് ഏതൊരു ഹോട്ടലുകാരൻ എക്സ്ട്രാ കൊടുത്തില്ല. ഒരു കുറ്റമാണ് ഞങ്ങളുടെ പേരിലുള്ള ഒരു കുറ്റം, ആരോപിക്കപ്പെട്ട ഒരു കുറ്റം പ്രവാസകർക്ക്. മറ്റൊരു കുറ്റം, ഞങ്ങൾ കല്യാണ വീട്ടിൽ അന്യ സമുദായത്തെ ക്ഷണിക്കാറില്ല പോകും. അതും വലിയ കുറ്റമാണ്. അവസാനം ഭക്ഷണം അവർക്ക് വേണ്ടി വിളമ്പും എന്ന് പറയുന്നതും വലിയൊരു പാതകം തന്നെയാണ്. പക്ഷേ നിങ്ങളൊക്കെ സാക്ഷി നിർത്തി ഞാൻ പറയുകയാണ്, ഇങ്ങനെയുള്ള ഒരു കുറവും എൻ്റെ നാട്ടിലില്ല. ഒക്കെ പ്രചരിക്കപ്പെടുകയാണ്. അതാരെങ്കിലും പറഞ്ഞാൽ അതിനെ പലരും പ്രതിരോധിക്കാറില്ല. അതൊക്കെ ഞങ്ങൾ ആസ്വദിക്കും. ആ ആസ്വാദനം തന്നെയാണോ ഞങ്ങളെ ഇങ്ങനെ ഒരു കലാപഭൂമിയാക്കിയത് എന്ന് വേണം കരുതാൻ. നേരത്തെ ഈ വീഡിയോയിൽ കുഞ്ഞമ്മദ് മാസ്റ്റർ പറയുന്നത് കേട്ടില്ലേ, വാണിമേലിൽ തുടങ്ങിയ കലാപം തുടക്കം മുതൽ പിന്നെ എങ്ങോട്ട് നടന്ന എല്ലാ കലാപത്തിന്റെയും ഓരോരോ സമയം കഴിയുമ്പോഴും ഞങ്ങൾ അതിലേക്ക് ആസ്വദിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. എന്ന് വെച്ചാൽ അതിനു വേണ്ടിയുള്ള ഒരു നടപടിക്ക് വേണ്ടിയുള്ള, അതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടണം എന്നുള്ള ഒരു ആഗ്രഹം നാദാപുരത്തിന്റെ മനസ്സിൽ ഇതുവരെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരുപാട് വില കൊടുക്കേണ്ടി വന്നത്. പൂണേരിയിലെ വെള്ളൂർ എന്ന പ്രദേശത്ത് 22-ാം തീയതി ഷിബിൻ കൊല ചെയ്യപ്പെട്ടു. ഷിബിന്റെ കൊലപാതകം ആസൂത്രിതമല്ല എന്ന് ലോകം മുഴുവൻ പറഞ്ഞതാണ്, എല്ലാവരും പറഞ്ഞു. അവിടെ നടന്നൊരു സംഘട്ടനം, അത് കുറച്ചു കാലമായി അവിടെ നടന്നിരുന്ന ചില അസ്വാരസ്യങ്ങൾ, ഒരു പ്രദേശത്തിന്റെ ചില ഗ്രാമങ്ങളിൽ ചില മൂല എന്നൊക്കെ പറയില്ലേ, മുക്കിൽ നടക്കുന്ന ചില പ്രമാദിത്വത്തിന് വേണ്ടിയുള്ള ചെറിയ ചെറിയ സംഘർഷങ്ങൾ, അതിന്റെ പേരിലുണ്ടാകുന്ന സംഘടനകൾ. നേരത്തെ പലരും അത് പോലീസിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ അത് പോലീസ് ഗൗരവമായി എടുത്തില്ല. അതിനെ വഴി പോകുമ്പോൾ അവിടെ തടിച്ചുകൂടിയിരുന്ന ഒരു വിഭാഗം 2 കുട്ടികളെ വഴികൾ തടയുകയും അതിന്റെ പേരിൽ ഉന്തും തള്ളുമുണ്ടാകുകയും അതിൽപ്പെട്ട ഒരുവനെ ആക്രമിക്കപ്പെടുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ മറ്റ് ആൾക്കാർ അവിടെ എത്തുകയും അങ്ങനെ സംഘർഷം വലിയ തോതിലാകുകയും
കത്തിക്കുത്തു നടക്കുകയൊക്കെ ചെയ്ത ഒരു സാധാരണ സംഘടന. ആ സംഘടനത്തിന്റെ പേരിൽ സാധാരണഗതിയിൽ സംഘർഷമുണ്ടായാൽ, സംഘടനമുണ്ടായാൽ അതിൽ കക്ഷികൾ ആസ്പത്രിയിൽ പോയി അഡ്മിറ്റ് ആവാറാണ് പതിവ്. കാരണം കേസ് വരുമ്പോൾ രണ്ട് സൈഡിലും കേസിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ആസ്പത്രിയിൽ അഡ്മിറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഈ സംഘർഷത്തിൽ ഏർപ്പെട്ടവർ അടുത്തുള്ള ഒരു ഗവൺമെന്റ് ആസ്പത്രിയിലേക്ക് അവിടെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റും. ഒരു കൊലപാതകമായി എന്ന് പോലും ഈ കൃത്യം നിർവഹിച്ചവർക്ക് ആ സമയത്ത് ബോധ്യമുണ്ടായിരുന്നു. കാരണം അത്രയും മാരകമായ ആയുധങ്ങൾ ഉപയോഗിച്ചില്ല എന്ന് വേണം അവർ കരുതാൻ. അല്ല, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കണം എന്നാണ് നമ്മൾ അനുമാനിക്കേണ്ടത്. പക്ഷേ കഴിഞ്ഞ ദിവസം നാട്ടിൽ വലിയ പറച്ചിലായിരുന്നു. ഈ കുട്ടി കൊല ചെയ്യപ്പെട്ടത് ആ കുത്തുകൊണ്ട്, അല്ലെങ്കിൽ ആ ആയുധം ഉപയോഗിച്ചുകൊണ്ടുള്ള കുത്തുകൊണ്ട് മാത്രമല്ല, ചികിത്സ കിട്ടാൻ താമസിച്ചതിന്റെ പേരിൽ ആ കുട്ടി മരണപ്പെട്ടിട്ടുണ്ട് എന്ന് പരക്കെ പറച്ചിലുണ്ടായിരുന്നു. പക്ഷെ അതാരും പുറത്തു പറയാൻ ധൈര്യപ്പെട്ടില്ല. കാരണം ഒരു മകൻ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിന്റെ പേരിൽ ഇങ്ങനെയാണ് മരിച്ചത് എന്ന് കൂടി പറഞ്ഞ് ഒരു മുറിയിൽ ഉപ്പ് തേക്കുന്ന വിധത്തിലുള്ള ഒരു അനുഭവം വരാതിരിക്കുന്നത് നല്ലതാണ് എന്ന് മനസ്സിലാക്കി പലരും അത് പറഞ്ഞില്ല. കഴിഞ്ഞ ദിവസം കോഴിക്കോട് കളക്ടറേറ്റിന്റെ മുമ്പിൽ SKSSFന്റെ DK വിഭാഗത്തിന്റെ വലിയ ഒരു മാർച്ച്, പോലീസിനെതിരെയുള്ള ഒരു മാർച്ച്, അതിൽ ബഹുമാനപ്പെട്ട നാസർ ഫൈസി കൂടത്തായി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ശക്തമായി ഈ വിഷയം ഉന്നയിക്കുന്നത് നമ്മളൊക്കെ കേട്ടു. ഈ കുട്ടിക്ക് മതിയായ ചികിത്സ തക്ക സമയത്ത് നൽകുന്നതിന് പകരം നാദാപുരത്ത് നിന്ന് കുറ്റ്യാടിക്ക് കൊണ്ടുപോയി, കുറ്റ്യാടിയിൽ നിന്ന് പിന്നെയും തിരിച്ച് നാദാപുരത്ത് വന്നു, നാദാപുരത്ത് നിന്ന് വടകര കൊണ്ടുപോയി. ഈ യാത്ര ദൈർഘ്യം കൊണ്ട് മരണം സംഭവിച്ചു എന്ന് അദ്ദേഹം ആരോപിക്കപ്പെടുന്നു. അതിന്റെ പേരിൽ അന്വേഷണം നടക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു. ഒരുവേള നമ്മളും ചിന്തിച്ചു പോകും, അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഒരു രക്തസാക്ഷിയെ സൃഷ്ടിക്കാൻ വേണ്ടി ബോധപൂർവമായ ശ്രമം അവിടെ നടന്നിട്ടുണ്ട് എന്ന് സംശയിക്കുന്ന വിധത്തിലുള്ള ആരോപണങ്ങൾ ഇന്ന് ശക്തമായി വന്നുകൊണ്ടിരിക്കുകയാണ്. നാദാപുരത്തിന്റെ ചരിത്ര പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയാം. പെട്ടെന്ന് വൈകാരികത കൂടുതലാവുന്ന പ്രദേശമാണ്. എന്തുകൊണ്ടാണെന്നറിയില്ല. ഞങ്ങൾക്ക് പെട്ടെന്ന് സ്നേഹവും വരും, പെട്ടെന്ന് ദേഷ്യവും വരും. വീര്യം വന്നാൽ വളരെ കടുപ്പത്തിലുള്ള വീര്യമായിരുന്നു. ദേഷ്യം വന്നാൽ അതിലേറെ ശക്തമായിട്ട് ഞങ്ങൾ ദേഷ്യപ്പെടും. അത് വ്യത്യസ്ത സമുദായമൊന്നുമില്ല. സ്വന്തം സമുദായത്തിൽ EK AP എന്ന് പറയുമ്പോൾ അടി തുടങ്ങിയ മാരകായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വരെ അടിക്കാൻ കഴിയുന്ന വിഭാഗം അവിടെയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് പറയുന്നതാണ്, എന്നാലും ഒരു യാഥാർത്ഥ്യമാണ്. അത് കേരളത്തിൽ മറ്റു സ്ഥലങ്ങളിലുണ്ടോ എന്ന് ചോദിച്ചാൽ അന്വേഷിക്കേണ്ടതാണ്. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഗൾഫിൽ നിന്ന് പ്രവാസ ലോകത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ടാവും. ഏറ്റവും കൂടുതൽ സുന്നി മുജാഹിദ് തർക്കങ്ങൾ നടക്കുന്ന ഒരു പ്രദേശമാണ് നാദാപുരം. ഖണ്ഡന പ്രസംഗങ്ങളുടെ ഘോഷയാത്രകളില്ല, ഒരുപാട് പ്രസംഗങ്ങൾ നടക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ വൈകാരികത കൂടുതലാണ്. അതിന്റെ പേരിൽ സ്വന്തം സമുദായവും അന്യസമുദായവും അതൊന്നും നോക്കാനില്ല. അതുകൊണ്ട് തന്നെ ഏതൊരു വിഷയം വരുമ്പോഴും അതിനെ പെട്ടെന്ന് വൈകാരികമായി ഏറ്റെടുത്തുകൊണ്ട് അതാരായിരിക്കും എതിർസ്ഥാനത്ത് എന്ന് നോക്കിക്കൊണ്ടുള്ള ഒരു ശൈലിയാണ് പലപ്പോഴും നാദാപുരത്തിനെ ഇങ്ങനെയുള്ള അപകടങ്ങളിൽ എത്തിക്കാറുള്ളത്. രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായാലും മുസ്ലിം ലീഗായാലും അതല്ലെങ്കിൽ കോൺഗ്രസ് ആയാലും ഏത് പാർട്ടിയായാലും പാർട്ടിക്ക് കാര്യമായ ഒരു പ്രവർത്തനമൊന്നും അവിടെ ഇല്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഓരോരു ജനക്കൂട്ടം, ആ ആൾക്കൂട്ടം ഇങ്ങനെ ഓരോരു പാർട്ടിയായി ഇങ്ങനെ സഞ്ചരിക്കുന്നു എന്നല്ലാതെ ഒരു ശക്തമായ പരിപാടി പാർട്ടികളുടെ മുമ്പിൽ പലപ്പോഴും കാണാറില്ല. അതുകൊണ്ട് തന്നെ ഇവരെയൊന്നും നേർവഴിക്ക് നടത്താൻ പലപ്പോഴും പാർട്ടിക്ക് കഴിയാറില്ല. അപ്പൊ ഇന്നലെ എന്നാന്നായി പത്രങ്ങളിലൂടെ നമ്മളിവിടെ നിന്ന് കാണുന്നത് CPM-ന്റെ ഇടയിൽ തന്നെ അവിടെ വലിയ അഭിപ്രായ വ്യത്യാസം, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ അഭിപ്രായ വ്യത്യാസവും അതുമായി ബന്ധപ്പെട്ട് ലോക്കൽ കമ്മിറ്റിയിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് പത്രങ്ങളിലൂടെ നമുക്ക് കാണുന്നു. അപ്പോൾ പാർട്ടിക്ക് തന്നെ വ്യക്തമായ ഒരു നിലപാട് ഇല്ലാത്ത വിധത്തിൽ പാർട്ടിയും അങ്കലാപ്പിലായിരിക്കുക. അപ്പോൾ പാർട്ടിയുടെ ഒരു നേതാവ് എന്നോട് തന്നെ പറഞ്ഞത്, ഇപ്പോഴ് ഇതിൽ ഏതാണ് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ പാർട്ടിക്കാരൻ അല്ലെങ്കിൽ BJP-ക്കാരൻ മനസ്സിലാത്ത വിധത്തിൽ ആയിപ്പോയിട്ടുണ്ട് പാർട്ടി. നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും,
ഈ നടന്ന വേറെ ചില്ലുകൾ എറിഞ്ഞു കിടക്കുന്നതിൽ പലരും കാവിധാരികളാണ്, കാവ്യ വസ്ത്രം ധരിച്ചവരാണ്. കാവ്യ വസ്ത്രം ധരിച്ചവർ BJP-ക്കാർ, RSSകാർ എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയത്. പക്ഷെ അവിടെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും ഒരേ യൂണിഫോം ഉള്ളവരാണ്. അത് പാർട്ടി യഥാർത്ഥത്തിൽ നിരുത്സാഹപ്പെടുത്തണമായിരുന്നു. കാരണം ഒരു മതേതര പ്രസ്ഥാനം എന്ന നിലയ്ക്ക് CPM എല്ലാ മതവിഭാഗങ്ങളെയും ഒന്നിച്ചു നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പാർട്ടി ഒരു പ്രത്യേക വിഭാഗത്തിന്റെ, പ്രത്യേകിച്ച് ഒരു ഫാസിസ്റ്റ് സംഘടനയുടെ യൂണിഫോമിലേക്ക് തന്റെ പാർട്ടിയിലെ അംഗങ്ങൾ വരുന്നു എന്ന് കണ്ടാൽ അത് തടയണമായിരുന്നു. അത് തടയാൻ പലപ്പോഴും പാർട്ടി മെനക്കെട്ടില്ലാത്തതിന്റെ ഒരു അനുഭവമാണ് ഇന്ന് പാർട്ടിക്ക് മനസ്സിലാകുന്നില്ല. ഞങ്ങളുടെ ഇടയിൽ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനാണോ, ഇനി അതല്ലെങ്കിൽ ഏതെങ്കിലും ബജ്രംഗദളുകാരനാണോ, RSSകാരനാണോ ഉള്ളതെന്നില്ല. അങ്ങനെയുള്ള ഒരു പ്രയാസത്തിലാണ് ഇത് പാർട്ടിയുള്ളത്. അപ്പൊ ഇതൊക്കെ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ വെള്ളൂരിൽ നടന്ന കലാപത്തിന് CPM വലിയ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയോ, നാദാപുരം എന്ന് പറഞ്ഞാൽ CPI കലാകാരമായിട്ട് മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പേരിൽ CPI മത്സരിക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെ CPIയുടെ പ്രതിനിധിയാണ് ജയിക്കാറുള്ളത്, എപ്പോഴും CPI ജയിക്കുക. പക്ഷെ ഏതാണ്ട് എനിക്കറിയാം, ഞാൻ 10-25 കൊല്ലം ആ മുന്നണിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് നല്ല ബോധ്യമുണ്ട്. നല്ല ബോധ്യം തന്നെ, ഞാൻ അത്രയും കൂടുതൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കാറുണ്ട്. ഏതാണ്ട് 10,000-ഓളം വരുന്ന 10 പഞ്ചായത്തുകളിൽ നിന്ന് വരുന്ന 10,000-ഓളം വോട്ടർമാർ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ കാലാകാലമായി ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അവിടെ വോട്ട് ചെയ്തിട്ടുണ്ട്. ചുരുങ്ങിയത് അത് പല തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. സാമ്രാജ്യത്തെ വിരുദ്ധമാണ് പാർട്ടി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചിലർ വോട്ട് ചെയ്യും. സാധാരണക്കാരുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പാർട്ടി എന്ന നിലയ്ക്ക് വോട്ട് ചെയ്യും. കർഷകനും കർഷക തൊഴിലാളിയും അങ്ങനെയുള്ള ഒരുപാട് വികാരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നവരാണ് അവിടെയുള്ള മുസ്ലിം വിഭാഗം. പക്ഷേ ഈ സംഭവത്തോടു കൂടി അതൊക്കെ അവിടെ നഷ്ടപ്പെട്ടു. എല്ലാവരും പാർട്ടിയെ തള്ളിപ്പറയുന്ന വിധത്തിൽ ഈ തൂണേരി സംഭവം, വെള്ളൂർ സംഭവം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. വെള്ളൂരിൽ നമ്മൾ കണ്ടത് ഒരു ഒറ്റപ്പെട്ട അല്ലെങ്കിൽ ഒരു പെട്ടെന്നുണ്ടായ ഒരു സംഭവമായിട്ടല്ല, വളരെ ആസൂത്രിതമായി. കാരണം നേരത്തെ എല്ലാവരും പറഞ്ഞുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല, നമ്മൾ നേരിട്ട് കണ്ടതാണ്, ഒരുപാട് കേട്ടതാണ്. വളരെ ആസൂത്രിതമായി വളരെ നേരത്തെ ആസൂത്രണം ചെയ്ത ഒരു കലാപമാണ് വെള്ളൂരിൽ നടന്നത്. വെള്ളൂരിലെ പാവങ്ങളിൽ അതിൽ പെട്ടുപോയി എന്നത് അവരുടെ ഒരു ഭാഗ്യദോഷം. ഇനി അതല്ലെങ്കിൽ നാദാപുരത്തെ വേറെ ഏതെങ്കിലും പ്രദേശത്ത് ആ കലാപം എത്തുമായിരുന്നു. ഇപ്പൊ വെള്ളൂരിൽ അങ്ങനെ സന്ദർഭം അനുവദിച്ച് കിട്ടി, അപ്പൊ തന്നെ അവിടെ അത് ഉപയോഗിച്ചു. രാഷ്ട്രീയപരമായി അതിന് നേട്ടമുണ്ടാക്കുക എന്നതായിരിക്കും പലപ്പോഴും പാർട്ടി കണ്ടിട്ടുണ്ടാകുക. അത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ചിലപ്പോൾ പ്രതിഫലിച്ചെന്ന് വരാം. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എല്ലാ സിസ്റ്റങ്ങളും എല്ലാ സംവിധാനങ്ങളും ഇന്ന് കേരളത്തിൽ നമുക്ക് എതിര് തന്നെയാണ്. ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നായാലും പോലീസിന്റെ ഭാഗത്തു നിന്നായാലും മറ്റെല്ലാ സംവിധാനങ്ങളും ഇന്ന് മുസ്ലിം സമുദായത്തെ ഒരു ശത്രുവായി കണ്ടുകൊണ്ടുള്ള സമീപനമാണ് എല്ലാ അർത്ഥത്തിലും നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്നത്. അതിന്റെ വ്യത്യസ്തങ്ങളായ ഉദാഹരണങ്ങൾ നേരത്തെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. നാദാപുരത്തും അതാണ് സംഭവിച്ചത്. പോലീസിന് അറിയാമായിരുന്നു കലാപം നടക്കും, പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പോലീസിന് അറിയാമായിരുന്നിട്ടും പോലീസ് ശ്രദ്ധിച്ചില്ല എന്ന് മാത്രമല്ല, പോലീസ് സഹായിക്കുന്ന വിധത്തിൽ പെരുമാറുകയും കൂടി ചെയ്തപ്പോൾ അവിടെ വമ്പിച്ച കൊള്ള നടത്താൻ ഈ അക്രമകാരികൾക്ക് കഴിഞ്ഞു. ഒരു അസ്വസ്ഥത നാട്ടിലുണ്ടാക്കി അതിലൂടെ മറ്റ് വലിയ നേട്ടങ്ങൾ കൊയ്തെടുക്കുക എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ തന്ത്രമുണ്ടല്ലോ. ആ തന്ത്രം നാദാപുരത്ത് വളരെ ഭംഗിയായി നിർവഹിച്ച നിർവികാരത്തിലാണ് അവിടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം. രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറഞ്ഞാൽ CPM-ഉം മുസ്ലിം ലീഗും അവിടെ ഇതുപോലെയുള്ള സംഘർഷങ്ങൾ നേരിട്ട് നടത്തിയാൽ, മറ്റുള്ള പാർട്ടികളുടെ അവിടെയുള്ള പരിപാടി എന്ന് വെച്ചാൽ
അവർ വളരെ നിസ്സംഗരായി നോക്കി നിൽക്കുക എന്നത് മാത്രമാണ്. അവരാരും ഇന്ന് വരെ ഈ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ ശക്തമായി ഇടപെട്ടുകൊണ്ട് ഈ സംവിധാനത്തിൽ അല്ലെങ്കിൽ ഈ പ്രശ്നത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ആത്മാർത്ഥമായി ശ്രമിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഈ സംഭവങ്ങൾ, ഈ കലാപങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. അതിലൂടെ ഉണ്ടാകുന്ന നേട്ടങ്ങൾ അനവധിയാണ്, ഞാനത് പറയേണ്ടതില്ല. സാമ്പത്തികമായുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാം, മറ്റ് പാർട്ടിയെ ശക്തിപ്പെടുത്തുന്ന വിധത്തിലുള്ള പ്രചരണായുധമാക്കി മാറ്റാം. അങ്ങനെയുള്ള ഒരുപാട് അജണ്ടകൾ, രാഷ്ട്രീയ പാർട്ടികളുടെ ഒളി അജണ്ടകൾ ഈ കലാപത്തിന്റെ പുറകിലുണ്ട്. അപ്പൊ അത് കേരളത്തിന് മുഴുവൻ അങ്ങോട്ടും എല്ലാ മേഖലകളിലും എല്ലാ പ്രദേശങ്ങളിലേക്കും അതിനെ പലരും പാട്ടുരൂപത്തിലായി വരിക, നല്ല ഗാനങ്ങളായിട്ട്. ഗാനങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു, ഇനി നേരത്തെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് പാർട്ടി പ്രതികരിക്കാത്ത വന്നപ്പോൾ ആരോ പറഞ്ഞു അവര് പാട്ട് റെക്കോർഡ് ചെയ്യുന്ന തിരക്കിലാണ്. പാർട്ടി ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് അടുത്ത ഇലക്ഷനിൽ ഇങ്ങനെ പാടിച്ച് ഞാൻ പാടുന്നില്ല. അപ്പൊ അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. ഒരു സൊസൈറ്റി, ഒരു സമൂഹത്തെ നിർമ്മിക്കുക, അല്ലെങ്കിൽ ഒരു വിചാരവും ചിന്താശക്തിയില്ലാത്ത ഒരു വിഭാഗമാക്കി മാറ്റി മരവിപ്പിച്ച് നിർത്തിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം. നിങ്ങളൊക്കെ ഈ ഇന്ന് കുറച്ച് ദിവസമായിട്ട് TV-യിൽ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, നമ്മുടെ കേരളം എങ്ങോട്ടാണ് പോകുന്നത്? പ്രബുദ്ധരായ ഒരു മനുഷ്യർ താമസിക്കുന്ന സാക്ഷരതയുള്ള ഒരു പ്രദേശത്തെ ഭരണകൂടവും അതോടനുബന്ധിച്ച് നിൽക്കുന്ന മുഴുവൻ സംവിധാനവും ഒരു സരിതയുടെ സാന്നിധ്യത്തിൽ കെട്ടിക്കൊണ്ട് നടക്കുന്ന ഒരു ദുസ്ഥിതി. ഹരിത കേരളത്തിന് പകരം സരിത കേരളമായി മാറിയ ഒരു നാട്, മദ്യവും മദിരാശിക്കും വേണ്ടി മാത്രം ഭരിക്കുന്ന ഒരു ഭരണകൂടമായി നമ്മുടെ നാട് മാറിയെങ്കിൽ നമ്മളതിനെ എങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണുന്നത്? എങ്ങനെയാണ് നമ്മളതിനെ പ്രതികരിക്കേണ്ടത്? പ്രവാസ ലോകം, എനിക്കറിയാം, പ്രവാസ ലോകം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നുണ്ടാവുക അവരുടെ ജോലിയെക്കുറിച്ചല്ല, ജോലി സമയം കഴിഞ്ഞാൽ നാടിനെ കുറിച്ചാണ്. എന്റെ നാടിന്റെ വികസനം, എന്റെ നാടിന്റെ സംരക്ഷണം, അവിടെയുള്ള സമാധാനം, എന്റെ ഉപ്പ, എന്റെ ഉമ്മ, എന്റെ മാതാപിതാക്കൾ, അവരുടെ രോഗങ്ങൾ, അവരുടെ പ്രായാധിക്യം, എന്റെ ഭാര്യ, അവര് ഷോപ്പിങ്ങിന് പോകുന്നുണ്ടോ, വാഹനത്തിൽ കയറുന്നുണ്ടോ, തിരിച്ചെത്തുന്നുണ്ടോ, എന്റെ മക്കൾ, ചെറിയ മക്കൾ, അവർ സ്കൂളിലേക്ക് പോയാൽ തിരിച്ചെത്തുന്നുണ്ടോ, അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? എന്തൊക്കെ വേവലാതികളാണ് നിങ്ങളുടെ മനസ്സിൽ. ഒരു ദുസ്വപ്നം പോലെ പല സംഭവങ്ങളും നമ്മുടെ മുമ്പിലും വരുമ്പോൾ ഞെട്ടിപ്പോവുകയല്ലേ. ഞാൻ ഇവിടെ വന്നതിന് ശേഷം പലതും നാട്ടിലുള്ള സംഭവങ്ങൾ ഇവിടുന്നാണ് കേൾക്കുന്നത്. അത്രമാത്രം ആകുലതയോടും ഉത്കണ്ഠയോടും കൂടിയാണ് നിങ്ങളുടെ മനസ്സുകളുള്ളത്. അങ്ങനെയുള്ള മനസ്സുകൾക്ക് നാട്ടിലുണ്ടാകുന്ന ഏത് സ്പന്ദനങ്ങളെയും അനക്കങ്ങളെയും വളരെ ഭയത്തോടുകൂടി അല്ലേ നിങ്ങൾ കാണുന്നത്? അവിടെ ഈ ഇങ്ങനെയുള്ള കലാപങ്ങൾ, തീ, അഗ്നി, നമ്മുടെ പിഞ്ചു മക്കളെ മുമ്പിൽ നിന്ന് കത്തി ആളുന്ന തീകൾക്ക് മുമ്പിൽ, തീക്ക് മുമ്പിൽ നിന്നുകൊണ്ട് വാവിട്ട് കരയുന്ന മക്കളുടെ ചിത്രങ്ങളൊക്കെ ആർക്ക് സഹിക്കാൻ പറ്റും? ഞാൻ എന്റെ പാർട്ടിയോട് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു കേതവും കൃപയില്ലേ? ഇതൊന്നും കണ്ടിട്ട് മോഹൻ മാഷ് പറയാണ്, ഒരു ജനവാതിൽ, ഒരു വാതിൽ അല്ലെങ്കിൽ ഒരു വീടിന്റെ ജനവാതിലിന്റെ ചില്ല്, അതിനേക്കാൾ എത്രയോ മടങ്ങില്ലേ ഒരു ജീവൻ എന്നൊക്കെ അദ്ദേഹം പറയുന്നത്. അദ്ദേഹം മാറ്റി പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം അതിന് വിപരീതമായി സംസാരിച്ചിട്ടുണ്ട്. ദിവസങ്ങൾ ഇത്രയുമായിട്ടും ഇപ്പോഴും അവിടെ സമരങ്ങൾ നടക്കുകയാണ്. പക്ഷെ അവരുടെ മനസ്സിൽ, അവരുടെ സംസാരത്തിൽ ഈ ഇരകളോട്, ഈ കഷ്ടത അനുഭവിച്ചവരോട് ഒരു ഖേദപ്രകടനം, അങ്ങനെ ഒന്ന് പറ്റിയല്ലോ എന്ന വിധത്തിലുള്ള ഒരു സംസാരം, ഒരു മൃദു സമീപനം കാണാത്തത് കാണുമ്പോൾ നമ്മ പോലെയുള്ള നാട്ടിൽ സമാധാനം ആഗ്രഹിക്കുന്നവരുടെ മനസ്സിൽ ഇത്രമാത്രം പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. CPM എന്ന പാർട്ടിയാണ് യഥാർത്ഥത്തിൽ, ഞാൻ എന്നും പറയും, CPM എന്നുള്ള പാർട്ടി മറ്റ് എല്ലാ പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമാണ്. പക്ഷെ നാദാപുരത്തിൽ ആ പാർട്ടി ഇത്രയും കാലം ചെയ്ത പല കാര്യങ്ങളും എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ, അവരുടെ ഇടപെടലുകൾ നോക്കിക്കഴിഞ്ഞാൽ
അവരോടൊന്നും പ്രത്യേകമായിട്ടുള്ള ഒരു ശത്രുത അവരുടെ മനസ്സിലൊക്കെ നിലനിർത്തി പോരുന്നുണ്ട് എന്ന് വേണം നമ്മൾ കരുതാൻ. ഞാൻ പഞ്ചായത്തിന്റെ ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞാനതൊക്കെ പലപ്പോഴായിട്ട് റെക്ടിഫൈ ചെയ്ത് മുമ്പോട്ട് പോരാൻ. നേരത്തെ പറഞ്ഞു IAV ഇന്ദിരാവാസ് യോജന എന്ന് പറയുന്ന പദ്ധതി പ്രകാരം പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് വീട് വെച്ച് നൽകുന്നതിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഇത്ര ശതമാനം വകവെച്ചു കൊടുക്കണമെന്നുള്ള നിയമമുണ്ട്. പക്ഷെ ആ നിയമത്തിനെ സംസ്ഥാന ഗവൺമെന്റ് കാറ്റിൽ പരത്തിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. UDF മുസ്ലിം ലീഗ് അടക്കം ഭരിക്കുന്ന നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് നൽകിയ ശതമാനത്തെ വെട്ടിക്കുറച്ചുകൊണ്ടുള്ള ഒരു സാമൂഹ്യ സന്തുലിതാവസ്ഥ അല്ലെങ്കിൽ അതിന്റെ ഒരു സാമുദായികത വളരാൻ പാടില്ല എന്നുള്ള വിധത്തിലുള്ള ഒരു സമീപനം സ്വീകരിച്ചപ്പോൾ ഇവിടെയുള്ള പാവപ്പെട്ട ഒരുപാട് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വീട് കിട്ടേണ്ട അവസ്ഥ ഇല്ലാതായ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്, പത്രങ്ങളിലൂടെയൊക്കെ നമ്മൾ വായിച്ചെടുത്താണ്. പക്ഷെ എന്നാലും നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഇത്ര കൊടുക്കണം എന്നുള്ള നിയമത്തെ അനുസരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ പലപ്പോഴും ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന പാർട്ടി എന്ന് പറയുന്ന CPM ശ്രമിക്കുന്നില്ല എന്നുള്ള അനുഭവം പലപ്പോഴായി എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷെ നിയമത്തിന്റെ ബലത്തിൽ നിന്നുകൊണ്ട് ഞാൻ ആ പ്രശ്നത്തെ പലപ്പോഴും ഞാൻ അത് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു അഭിമാനമായി ഞാൻ കരുതുകയാണ്. അതുപോലെയുള്ള ഒട്ടേറെ പദ്ധതികൾ MSDP എന്ന് പറയുന്ന മൾട്ടി സെക്ടറൽ ഡെവലപ്മെന്റ് പ്രോജക്ട് കേന്ദ്ര ഗവൺമെന്റ് SHR കമ്മീഷൻ അതിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അനുവദിച്ച ഒരു പദ്ധതി നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് തുടച്ചു നീക്കിയത് ഈ UDF ഭരിക്കുന്ന കാലഘട്ടത്തിലാണ്. കോഴിക്കോട് ജില്ലയിലെ 5 ബ്ലോക്കുകൾക്ക് വേണ്ടി പ്രത്യേകം അനുവദിച്ചതായിരുന്നു. പിന്നെ അതിന്റെ ഒന്നും കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അനുവദിച്ചു കിട്ടുന്ന ആനുകൂല്യങ്ങൾ പലതും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച ന്യൂനപക്ഷ പ്രാതിനിധ്യമുണ്ട് എന്ന് അവകാശപ്പെടുന്ന ഈ ഗവൺമെന്റിന്റെ ഭാഗത്തു കൂടി നമ്മൾ അനുഭവിക്കുന്ന ഒരു സ്ഥിതി നമ്മുടെ നാട്ടിലുണ്ട്. കഴിഞ്ഞ ദിവസമാണ് പലരും വന്ന് സന്ദർശിച്ചതിന്റെ ഭാഗമായി നമ്മുടെ രാജ്യത്തെ ഏറ്റവും ശക്തിയായ ആക്ടിവിസ്റ്റ് സെറ്റിൽവാദ് അദ്ദേഹം ഒരു വനിതയാണ്. ഗുജറാത്ത് കലാപത്തിന്റെ പേരിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കെതിരെ പോലും ശക്തമായ യുദ്ധപ്രഖ്യാപനവുമായി നടത്തി സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന സെറ്റിൽവാദ് ആ ധീര വനിത അവിടെ വന്നു സന്ദർശിക്കുകയുണ്ടായി. അദ്ദേഹം ചോദിച്ചത്, ഇതൊക്കെ കണ്ടിട്ട് ഈ വീടുകളൊക്കെ സന്ദർശിച്ച് അദ്ദേഹം ചോദിച്ചത്, ഇവിടെ മുസ്ലിം ലീഗിന് കൂടി IUML കൂടി പ്രാതിനിധ്യമുള്ള ഒരു ഗവൺമെന്റല്ലേ ഇവിടെ ഭരിക്കുന്നത്, എന്നിട്ട് എന്തുകൊണ്ട് പോലീസ് സംരക്ഷണം കിട്ടിയില്ല, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? അവർക്ക് അത്ഭുതം തോന്നുകയാണ്. ഗുജറാത്ത് പോലെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വലിയ കലാപങ്ങൾ നേരിട്ട് കണ്ട സാക്ഷ്യം വഹിച്ച ഒരു വനിതയാണ് പറയുന്നത്, എനിക്ക് അത്ഭുതം തോന്നുന്നു, ലജ്ജ തോന്നുന്നു ഈ നാടിനെ കുറിച്ച്. ഇത്രയും പ്രാതിനിധ്യവും MLA-മാരും 20 MLA-മാരുമുള്ള ഒരു പ്രസ്ഥാനം ഈ ഭരണകൂടത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട്. എന്നിട്ട് പോലും ഒരു പോലീസ് സംവിധാനം ഇങ്ങനെ നിഷ്ക്രിയരായി നോക്കി നിന്നു എന്ന് പറയുമ്പോൾ അവർ ചോദിച്ചത്, നിങ്ങൾ എന്തുകൊണ്ട് കേസ് കൊടുക്കുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് അവർക്ക് വേണ്ടി നീതിപീഠത്തിന് മുമ്പിൽ പോകുന്നില്ല എന്ന് അദ്ദേഹം ആ വനിത വളരെ ശക്തമായി അവിടെയുള്ള സൊസൈറ്റിയോട് സമൂഹത്തോട് ചോദിച്ചു. അദ്ദേഹം മാധ്യമത്തിന് മുമ്പിൽ പറഞ്ഞു, എല്ലാ മാധ്യമങ്ങളുടെ മുമ്പിൽ. അതൊക്കെ അവിടെ കൂച്ചുവില കെട്ടിയിരിക്കുകയാണ്. നമുക്കൊക്കെ ഇടപെടാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു കൂച്ചുവില ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ അറിയാം. അപ്പൊ ഞങ്ങളൊരു ക്ലാഷ് ഉണ്ടാക്കാൻ വേണ്ടി ഇതുവരെ ശ്രമിച്ചിട്ടില്ല. അവിടെ ഇവർക്ക് ഇരകൾക്ക് വേണ്ടി അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾക്ക് വേണ്ടി അവിടെ നടന്ന പ്രവർത്തനങ്ങൾ അതിന്റെ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അതിന് ശക്തമായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് ഞാൻ മറച്ചു വെക്കുന്നില്ല. പക്ഷെ അത് പരിപൂർണമായ ഒരു നഷ്ടപരിഹാരമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അവര് പ്രവർത്തിക്കുന്നുണ്ട്. അതിനിടയിൽ ഒരു ക്ലാഷ് സൃഷ്ടിച്ച് എല്ലാവരും കൂടി അവിടെ പ്രവർത്തിച്ചു. അതിനിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവട്ടെ എന്ന് കരുതിയുള്ള ഒരു പ്രവർത്തനം ഒരു പാർട്ടിയും അവിടെ നടത്തിയിട്ടില്ല. SDPI നടത്തിയിട്ടില്ല, വെൽഫെയർ പാർട്ടി പോലത്തെ പാർട്ടി നടത്തിയിട്ടില്ല, മറ്റൊരു പാർട്ടിയും നടത്തിയിട്ടില്ല. ഇപ്പോഴവിടെ സമാധാനം തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം സഹിക്കാനും മറക്കാനും പൊറുക്കാനും കഴിയേണ്ടവരാണ് നമ്മൾ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായം. നമ്മളെ പഠിപ്പിച്ച നമ്മുടെ പാഠ്യം അത് തന്നെയാണ്.
പരസ്പരം മനുഷ്യൻ ഏത് മതക്കാരനായാലും ജാതിക്കാരനായാലും വിദ്വേഷത്തോടു കൂടി പെരുമാറണം നമ്മൾ എവിടെയും പഠിച്ചിട്ടില്ല, നമ്മുടെ പാഠപുസ്തകത്തിൽ എവിടെയുമില്ല. അതുകൊണ്ട് തന്നെ സമാധാനത്തിലേക്ക് നാട് വരികയാണ്. പക്ഷേ നാദാപുരം എന്ന് പറയുന്ന പുസ്തകം നമ്മൾ നിവർത്തി വായിച്ചു നോക്കിയാൽ കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷത്തിൽ ന്യൂനപക്ഷ സമുദായത്തിന്റെ പേജിലേക്ക് എത്തുമ്പോൾ നമ്മുടെ സ്ഥിതി എന്താണെന്ന് പരിശോധിച്ചാൽ നമുക്ക് ഞെട്ടിപ്പിക്കുന്ന ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അവിടെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ വിഭാഗത്തോട് കാണിക്കുന്ന നീതി, അതിനെക്കുറിച്ച് നമുക്ക് ശരിക്കും മനസ്സിലാക്കി എടുക്കാൻ പറ്റും. നമ്മൾ വർഗീയവാദികളൊന്നും ആവണ്ട, തീവ്രവാദികളുമാണ്. ആ മണ്ണിൽ ജീവിക്കാനുള്ള അവകാശം നമുക്ക് ലഭ്യമാകണം. എല്ലാവരെ പോലെയുള്ള സ്വതന്ത്രമായി ജീവിക്കാനുള്ള സൗകര്യം നമ്മുടെ നാട്ടിലുണ്ടാവണം. അത് മാത്രമേ നമുക്ക് വേണ്ടൂ. അത് പലപ്പോഴും നമുക്ക് ലഭിക്കുന്നില്ല. പല അർത്ഥത്തിലും നമ്മളിപ്പോൾ ഗൾഫുകാരൻ ഒരു യഥാർത്ഥത്തിൽ ഒരു സാധാരണ ഗൾഫുകാരൻ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അനുഭവം ഉണ്ടാവും. ഒരു സർക്കാർ ഓഫീസിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ചൂഷണം ചെയ്യപ്പെടുകയാണ്. വല്ലതും പിടിയോ എന്ന് പറയുന്ന വിധത്തിലുള്ള പെരുമാറ്റം സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് നിങ്ങളെ ചൂഷണം ചെയ്യാൻ ഞങ്ങളെ പോലെയുള്ള രാഷ്ട്രീയ പാർട്ടി ചോട്ടാ നേതാക്കന്മാരുണ്ടാകും. എല്ലാ വിധത്തിലും നമ്മൾ ചൂഷണം ചെയ്യപ്പെടുകയാണ്. എവിടെ പോയി കഴിഞ്ഞാൽ, ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ, സർക്കാർ ഓഫീസുകളിൽ പോയി കഴിഞ്ഞാൽ. അപ്പൊ ഇങ്ങനെ പരിപൂർണമായി നമ്മൾ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം നമ്മുടെ നാട്ടിൽ വളരെ ശക്തമായി രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. സമുദായത്തെ ഉപയോഗിക്കുക എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയമാണ് ഇന്ന് നമ്മുടെ കേരളത്തിലുള്ളത്. സമുദായത്തിന് വേണ്ടി സേവനം ചെയ്യുക എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം ഇന്ന് കേരളത്തിൽ യഥാർത്ഥത്തിലില്ല. നമ്മളെ വളരെ ഭംഗിയായി ഉപയോഗിക്കുന്നു. ഇപ്പോ ദൃശ്യമാധ്യമങ്ങളാണ് കേരളത്തിനെ, പ്രത്യേകിച്ച് നമ്മുടെ എല്ലാവരെയും ഓരോ ദിവസത്തെയും ചലിപ്പിക്കുന്നത്. ദൃശ്യമാധ്യമങ്ങളിൽ എന്തൊക്കെയാണ് പരിപാടികൾ വരുന്നത്? ഇപ്പൊ തെറ്റിദ്ധരിപ്പിക്കുക, സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഓരോ പാർട്ടിയുടെയും അജണ്ടകൾ നടപ്പിലാക്കുന്ന ഒരു പ്രത്യേക ശൈലി ഇന്ന് കേരളത്തിലുണ്ട്. ഇതിന്റെയൊക്കെ ഒരു നടുവിലാണ്, അല്ലെങ്കിൽ ഇതൊക്കെ ദൂരെ നിന്ന് നോക്കിക്കണ്ടുകൊണ്ടാണ് പ്രവാസ സമൂഹം ഇങ്ങനെയുള്ള ഒത്തുചേരലുകൾ സൃഷ്ടിക്കുന്നത് എന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാനിവിടെയുള്ള ഒരു 2-3 സംഘടനയുടെ ഓഫീസുകളിൽ പോയിട്ടുണ്ട്. ഞാൻ വന്നതിന് ശേഷം 10 ദിവസമായി. എന്നോട് അതിൽ ഞാൻ നിങ്ങളെ സോപ്പിടാൻ വേണ്ടി പറയാനല്ല, പക്ഷെ നിങ്ങളുടെ ഉത്തരവാദിത്ത ബോധത്തെക്കുറിച്ച് നിങ്ങൾ കുറച്ചുകൂടി ബോധവാന്മാരാകാൻ വേണ്ടി നിങ്ങളെ ഒരു അപ്രീഷിയേറ്റ് ചെയ്യുക. വളരെ നന്നായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് നിങ്ങൾക്കുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കിയത്.